വീട് വെക്കുന്നതിന് പോലും സ്വന്തം പട്ടയഭൂമിയിലെ കല്ല് പൊട്ടിക്കാൻ അനുമതി ലഭിക്കാത്ത നാട്ടിൽ നിന്നും റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറഖനനം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ CHRനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നുമാണ് റവന്യൂ ഭൂമിയിലെ പാറ പൊട്ടിച്ച് കടത്തിയത്. കേസെടുത്ത് പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പിഴ അടയ്ക്കുന്നതിന് കയ്യേറ്റക്കാർ തയ്യാറായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് അനധികൃതമായി പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിൽ അടയ്ക്കാനുള്ളത്. വലിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുമ്പോഴാണ് പട്ടാപ്പകൽ കോടികളുടെ പാറ പൊട്ടിച്ചു കടത്തിയത്. ചതുരംഗപ്പാറ വില്ലേജിലെ പാപ്പൻതാവളത്തിൽ സർവേ നമ്പർ 35/1 സർക്കാർ ഭൂമിയിൽ നിന്നുമാണ് അനധികൃതമായി പാറ ഖനനം ചെയ്ത് കടത്തിയത്. സംഭവത്തിൽ പൂഞ്ഞാർ സ്വദേശി കൊച്ചേട്ടണ്ണിയിൽ ജോർജ് ജോൺ, പാലാ സ്വദേശി വാലുപാറയിൽ വി വിനോദ് എന്നിവർക്കെതിരെ പോലീസും കേസെടുത്തിരുന്നു. ഒപ്പം പൊട്ടിച്ചു കടത്തിയ പാറയുടെ റോയൽറ്റിയായി 11,23,700 രൂപ പിഴയടയ്ക്കുവാനും നിർദ്ദേശിച്ചു. എന്നാൽ പാറ പൊട്ടിച്ച് കടത്തി വിൽപ്പന നടത്തി കോടികൾ തട്ടിയ ഇവർ പാറമടയും ഉപേക്ഷിച്ച മലയിറങ്ങിയതല്ലാതെ 1 രൂപ പോലും സർക്കാരിലേക്ക് അടച്ചിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി പോലും പാറ പൊട്ടിക്കുവാൻ അനുമതിയില്ലാത്ത നാട്ടിൽ നിന്നാണ് കോടികളുടെ പാറ റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ച് കടത്തിയതെന്നതും കാണേണ്ടതാണ്. അല്ലെങ്കിൽ റവന്യൂ വകുപ്പുകാരെ ഈ കൊള്ള നടത്തിയിട്ട് അത് കാണാത്ത മട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ റവന്യൂ ഭൂമിയിൽ നിന്ന് പാറ കടത്താൻ വേണ്ടി ശ്രമം നടത്തിയവർക്കെതിരെയും അതുപോലെ തന്നെ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത വലിയൊരു രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിന് പിന്നിലുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്നിലുണ്ട്. 3500ഓളം മെട്രിക് ടൺ പാറയാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. അതിന് പോലീസ് ഉൾപ്പെടെ അതുപോലെ പോലീസ് FIR ഇടുകയും റവന്യൂ വകുപ്പിൽ നിന്ന് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ വന്ന് ഇതിന് FIR ഇടുകയും ചെയ്തിട്ട് പോലും 1 രൂപ പോലും അടപ്പിക്കാതെയും അതിന് നടപടിയെടുക്കാതെയും രീതിയിലാണ് നിലവിൽ റവന്യൂ വകുപ്പുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രദേശത്തു നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചവരും വേറെയുണ്ട്. ഇവരും റോയൽറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്ക് അടയ്ക്കാതെ പാറമട ഉപേക്ഷിച്ച് മലയിറങ്ങുകയാണ് ചെയ്തത്. സർക്കാർ ഭൂമിയിലെ പാറ പൊട്ടിച്ച് വിൽപ്പന നടത്തി കോടികൾ കൈക്കലാക്കിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, ഉടുമ്പൻചോല.